മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ആർച്ചൽ വാർഡിലെ ഓലിയരിക് വെള്ളച്ചാട്ടം ഹരിത ടൂറിസം പദ്ധതിയായി പ്രഖ്യാപിച്ചു. മാർച്ച് 30-ന് മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ മാലിന്യമുക്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആർച്ചൽ വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ടി അജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം മാർച്ച് 30-ന് സമ്പൂർണമായ മാലിന്യമുക്ത നാടായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏറെ നാളായി നമ്മുടെ കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ഹരിതകർമ്മ സേനകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിലെ അടുക്കളയിലെ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴടക്കം അല്ലെ പച്ചക്കറി അരിയുമ്പോഴടക്കം ഉള്ള സാധനങ്ങൾ നമുക്ക് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ ബയോബിന്നുകളടക്കം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ വീടുകളിലും ബയോബിൻ എത്തിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സ്കൂളുകൾ, അംഗൻവാടികൾ, പൊതുസ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകളിലും പ്രധാനപ്പെട്ട റോഡുകൾ അടക്കം വൃത്തിയാക്കിക്കൊണ്ട് ഒരുവിധ മാലിന്യങ്ങളും വലിച്ചെറിയാത്ത നിലയിലുള്ള ജനങ്ങളെ അതിൻ്റെ ഭാഗമാക്കി രൂപപ്പെടുത്തുന്നതിന് വലിയ ജനകീയമായ ക്യാമ്പയിനുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നു വരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും ഈ മാലിന്യമുക്ത വാർഡ് എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുക. കഴിഞ്ഞ ദിവസവും നമുക്ക് ചില വാർഡുകളിൽ ആ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ 19 വാർഡുകളിലും ആ പ്രഖ്യാപനങ്ങൾ നടത്തത്തക്ക നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം അടക്കം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. മാർച്ച് അവസാനത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓലിയരിക് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. ധാരാളം ആളുകൾ പുറത്തുനിന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലടക്കം വരുന്ന ഇതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളും മുതിർന്നവരും അടക്കം ധാരാളം ആളുകൾ ഈ വെള്ളച്ചാട്ടം കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമൊക്കെ നിരന്തരമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ, അപകടങ്ങൾ അടക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൈവരികളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പാറയുടെ മുകൾ തട്ടിൽ കുറുക്കായി 2-3 ദിവസങ്ങൾക്ക് സമാനമായ വേദികളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു സുരക്ഷിതത്വം, അപകടം ഉണ്ടാവാത്ത നിലയിലുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ ഒരു അമ്യൂണിറ്റി സെൻറ്ററിൻ്റെ പണികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. കുറച്ച് പണികൾ പൂർത്തീകരിക്കാനുണ്ട്. അതും ഏതാനും ദിവസങ്ങൾക്കും തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെ വിശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മറ്റെല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതോടെ കൂടുതൽ ആളുകൾ നമ്മുടെ ഈ മേഖലയിലേക്ക് എത്താനും നമ്മുടെ ഈ ഓലിയരിക് എന്ന പ്രദേശം ഒരുപക്ഷെ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ പാലരുവി അല്ലെങ്കിൽ കുറ്റാലം, അതുപോലെ തന്നെ ചടയമംഗലം, ജടായുപ്പാറ, തുമ്പാവുരുത്തി, അപ്പോൾ ഈ മേഖലകളെല്ലാം ഒരു ടൂറിസ്റ്റ് പാക്കേജ് എന്നുള്ള നിലയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഫാം ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ്റെ തോട്ടം മേഖലയാണ്. ഇവിടെ എല്ലാം സന്ദർശിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ അമ്യൂണിറ്റി സെൻറ്ററിൻ്റെ പണികൾ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടന്നു കഴിഞ്ഞാൽ തന്നെ 2ാം ഘട്ടം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതിനകം തന്നെ തയ്യാറാക്കി വരികയാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര അധ്യക്ഷയായിരുന്നു.
IRTC കോർഡിനേറ്റർ രേവതി സ്വാഗതം പറഞ്ഞു. ഇന്നിപ്പോൾ മാർച്ച് 30 സീറോ വേസ്റ്റ് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിത വാർഡുകളായിട്ടും നമ്മുടെ പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായിട്ടും പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഓലിയരുക് ഇന്ന് ഹരിത ടൂറിസമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പരിപാടിയോടനുബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചേർന്ന് ഓലിയരുക് വെള്ളച്ചാട്ടത്തിന് സമീപം ശുചീകരണ പ്രവർത്തനം നടത്തി. ഏരൂർ പഞ്ചായത്തിലെ ടൂറിസം കേന്ദ്രമായ ഓലിയരുക് വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് കൈവരികളടക്കമുള്ള സൗകര്യങ്ങളാണ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഒരുക്കി വരുന്നത്. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ.